ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നത് കിഡ്നി കൊടുക്കുന്നത് കാശിനല്ല, നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് അങ്ങനെ ഒരു പ്രതിഫലം പറ്റാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കണമെന്നാണ് SP ഓഫീസ് വരെ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പൈസയ്ക്കാണ് കൊടുത്തത്, പൈസ വേണമെന്നും പറഞ്ഞ് നമ്മൾ കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പിടിച്ച് എന്നെ തന്നെ ജയിലിലിടും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ അന്വേഷിച്ച് വരത്തുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ജയിക്കത്തില്ല എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ അവർ നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ കൊടുത്തു എറിഞ്ഞ് വന്ന ആൾക്കാരെയൊക്കെ അവർക്ക് മുട്ടിച്ചു കൊടുക്കണമെന്നുള്ളൊരു നിബന്ധന കൂടി നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഒരു 10-12 പേരോളം അങ്ങനെ ചെന്നിട്ടുമുണ്ട്. 1,00,000 ആൾക്കാരൊന്നും അല്ല. ഇപ്പം ഈ ഷാജി എന്ന് പറയുന്ന ആളുടെ കെയർ ഓഫിൽ 1,00,000 ആൾക്കാരൊന്നും അല്ല വന്നു പോയിട്ടുള്ളത്. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് പിന്നെ ഷാജി എന്നെ രണ്ടാമത് വിളിച്ച് ലിവർ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് വന്നു കഴിഞ്ഞ് ലിവറിന് നോക്കിയപ്പോഴത്തേന് ടെസ്റ്റ് ലിവറിന് വോളിയം കുറവാണെന്നും പറഞ്ഞ് എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് വിട്ട്. എന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട്, താല്പര്യം നീ വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ അത് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയി. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് പൈസ 12 ലക്ഷം രൂപ തന്നു. 12 ലക്ഷം തന്നില്ല, 11-25 തന്നുള്ളൂ. 75 രൂപ പുള്ളിയുടെ കൂടെയുള്ള ഒരാൾ അടിച്ചു മാറ്റിയത്. എനിക്ക് എപ്പോഴും അസുഖങ്ങളും വയറുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഡിസ്ചാർജ് ആവുന്നവരെയുള്ള പൈസ അവർ നോക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവരൊന്നും ചെയ്യല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. കിഡ്നി കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളെന്നും പോലും ഭീഷണിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇയാൾ ഇയാളെ പേടിച്ചിട്ട് ഇയാൾ പറഞ്ഞതല്ല ഞാൻ അനുസരിച്ച് കേട്ടായിരുന്നു. ഹസ്ബൻഡ് 2 ദിവസം മുമ്പ് എന്നെ ബെന്നിയുടെ കൂടെ പോയായിരുന്നു. ബെന്നിയുടെ കൂടെ പോയിട്ട് ബെന്നി എന്നെ വിളിച്ച് പറയുന്നത്, മാനസി നിൻ്റെ കെട്ടിയവന് സുഖമില്ല, അറ്റാക്ക് വന്നിട്ടുണ്ട്, ലെക്സോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് പിന്നെ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടി ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേന് അവിടെ എത്തുമ്പോഴെന്ന് വരെ എന്നോട് പറയുന്നത്, പിന്നെ ഇങ്ങനെ പറഞ്ഞാലേ നീ ഇവിടെ വരും നമുക്കറിയാം, അതുകൊണ്ട് ഇങ്ങനെ നുണയും പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞു. നമസ്കാരം. ഒരിടത്തു നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള അങ്ങേയറ്റത്തേക്ക് ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്ന ഇച്ഛാശക്തിയാൽ അവയവപ്പെട്ടിയുമായി ആംബുലൻസുകൾ ചീറിപ്പായുന്ന ഉള്ളു നിറയ്ക്കുന്ന കാഴ്ച നമ്മൾ എത്ര വട്ടം അനുഭവിച്ചതാണ്. ആ വണ്ടിക്ക് വഴിയൊരുക്കാൻ മനുഷ്യരെത്രയോ പേർ ട്രാഫിക് പോലീസുകാരാകുന്നുവെന്നും കണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും എത്ര വട്ടം സ്നേഹവണ്ടികൾ ഹൃദയങ്ങളുമായി പറന്നിരിക്കുന്നു. ജീവൻ നിലച്ചുപോയാലും കണ്ണായോ കരളായോ മറ്റൊരാളിൽ ജീവിക്കാമല്ലോ എന്ന മഹത്തായ ആശയം അവയവദാനം. അതുവഴി എത്രയോ പേർ ചിരിച്ചു ജീവിക്കുന്നു ഇപ്പോഴും. അതുപക്ഷേ കച്ചവടമാകുമ്പോഴാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാകുന്നത്. കേരളം ഞെട്ടുന്ന അവയവ കച്ചവട ചതികളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിങ്ങനെ നിർബാധം തുടരുന്നത് ആരുടെ പിടിപ്പുകേട്? കൂട്ടത്തിൽ മനുഷ്യക്കച്ചവടവുമുണ്ടോ? ആശുപത്രികളുടെ ബന്ധമെന്ത്? നിയമങ്ങൾ ദുർബലമോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി അവയവ കച്ചവടത്തിന് ഇരയായ പരാതിക്കാരി, ഡൽഹി എയിംസ് ഡോക്ടർ S. സുധീന്ദ്രൻ, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവർ ചേരും. കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റൽ CEO JS V. നായരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിനു മുൻപ് ഈ വാർത്തകൾ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന ജിജീഷ് കരുണാകരനിലേക്ക് പോകുന്നു. ജിജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസമായി ജിജീഷിലൂടെ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകളുടെ ആകെത്തുക വളരെ പെട്ടെന്ന് കൃഷ്ണൻ, ഇത്തരം ഒരു സംഭവങ്ങൾ, അതായത് അവയവ കച്ചവടം വലിയ തോതിൽ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ചില വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി നമുക്ക് ലഭിച്ചിരുന്നു. നമ്മൾ തന്നെ പല റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു എത്രമാത്രം അത് പിടിമുറുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമായത് രാജ്യാന്തര ബന്ധങ്ങളുള്ള കണ്ണി സാബിത്തിനെ പിടികൂടിയതിനോടാണ്. കൂടുതൽ നമ്മൾ പിന്നീട് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടന്നു. ജനൻ ടിവി ഇത്തരം വാർത്തകൾ തുടർച്ചയായി നൽകിയതോടുകൂടി നിരവധി വിവരങ്ങൾ ജനൻ ടിവിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വൃക്ക ദാനം ചെയ്യുകയും വൃക്ക കച്ചവട സംഘത്തിന്റെ, അവയവ മാഫിയ സംഘത്തിന്റെ ഭാഗമായി മാറുകയും അവർ നിർബന്ധിച്ച് പണം നൽകാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമാക്കി മാറ്റുകയും അതിനുശേഷം
പറഞ്ഞ് ഉറപ്പിച്ച പണം പോലും നൽകാതെ വഞ്ചിക്കപ്പെടുകയും ചെയ്ത ഒരു യുവതി നമ്മളോട് ആദ്യമായി തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒപ്പം അവർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ എല്ലാവരെയും തന്നെ സമൂഹ മനസാക്ഷി ആകെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. കാരണം അവയവ കച്ചവട മാഫിയ സംസ്ഥാനത്ത് സജീവമാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് അവർ വലിയ തോതിൽ പ്രവർത്തിക്കുന്നു. അതിന് നിരവധി ഏജന്റുമാരുണ്ട്. 10ഓളം ഏജന്റുമാർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് 10ഓളം ഏജന്റുമാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഓരോ ആശുപത്രികളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ ലഭിച്ചു. കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നമ്മൾ അതേ തുടർന്ന് കടക്കുകയും ചെയ്തു. അതിൽ നിന്ന് ലഭിച്ചൊരു വിവരമെന്ന് മനസ്സിലാവുന്നത് ഇവിടെയുള്ള ഏതാണ്ട് ഭൂരിഭാഗം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അവയവ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അത് രാജ്യാന്തര തലത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘത്തെ പോലെ തന്നെ കേരളത്തിലും ഇത് ശക്തി പ്രാപിക്കുന്നു എന്നാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞത്. അതിൽ ഒന്നായിരുന്നു ഏറ്റവും ആദ്യം ഇന്ന് നമ്മൾ 10 മണിക്ക് ബ്രേക്ക് ചെയ്ത മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ട് അവർ കരളാണ് ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന്റെ ഭാഗമായ സംഘം അവരെ കൊണ്ട് കരൾ വിൽപ്പനയാണ് നടത്തിച്ചത്. 12 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ 11.25 ലക്ഷം രൂപ നൽകി. പിന്നീട് ചികിത്സാർത്ഥം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ഘട്ടങ്ങളിലൊന്നും അവർ തിരിഞ്ഞു നോക്കിയില്ല. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാം പറയുന്ന ആള്, ഈ ഏജന്റ് എന്ന് പറയുന്നത് ഒരേ ഒരാൾ തന്നെയാണ്. അയാൾ ഷാജി എന്ന് പറയുന്ന ഒരു ഏജന്റിന്റെ പേരാണ്. ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ, എല്ലാ ഇരകളും ഒരുപോലെ പറഞ്ഞ പേര്. കാരണം ഷാജി ഒരാളല്ല, നിരവധി ആളുകളുണ്ട്. അതിൽ ഒരാൾ ഷാജിയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി എന്നതാണ്. മാത്രമല്ല നമ്മൾ കൃഷ്ണരാജ് ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ജനം TV നടത്തിയ കൂടുതൽ വിശദാംശങ്ങളിൽ ലഭ്യമായ മറ്റു ചില വിവരങ്ങൾ എന്ന് പറയുന്നത് 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് പല ഏജന്റുമാരും കൈക്കലാക്കിയിരുന്നത്. അത് കൃത്യമായി തന്നെ കണക്ക് പറഞ്ഞ് ഈ ആളുകളിൽ നിന്ന് വാങ്ങുമായിരുന്നു. ഇത്തരത്തിൽ അവയവം ആവശ്യമായ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്വീകർത്താക്കളിൽ നിന്ന് പലവിധ രോഗങ്ങളാൽ വലയുകയും ജീവൻ പോലും അപകടത്തിലാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദാതാക്കളുടെ അവസ്ഥയനുസരിച്ച് അവർ സാമാന്യം തരക്കേടില്ലാത്ത അവസ്ഥയിലുള്ളവരാണെങ്കിൽ 2-2.5 ലക്ഷം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 5 കൊടുത്താൽ മതി. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ 5-10 ഇരട്ടി അവർ വാങ്ങുക. അതാണ് നടന്നു വരുന്നത്. തീർച്ചയായും കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതായത് സാധാരണക്കാരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വലിയ ആവശ്യങ്ങൾ മറ്റു മാർഗങ്ങളില്ലാതെയാണ്. ഈ കിഡ്നിയും കരളിന്റെ ഒരു ഭാഗവും എല്ലാം അവർ നൽകാൻ തയ്യാറാകുന്നത് പോലും നമുക്കറിയാം. അത് എത്രമാത്രം അവരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ മറ്റു മാർഗങ്ങളില്ല. ചിലർക്ക് വീട് ജപ്തി ഭീഷണിയിലാണ്. ആ കിടപ്പാടം പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം. മറ്റു ചിലർക്കാകട്ടെ വലിയ കടക്കണിയിൽ റോഡിലേക്ക് ഇറങ്ങേണ്ട, ഒരു സ്ഥലത്തും താമസിക്കാൻ ഇടമില്ലാതെ പ്രായപൂർത്തിയായ മക്കളെ അടക്കം കൊണ്ട്, പെൺമക്കളെ അടക്കം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിലുള്ള ആളുകളെ കൃത്യമായി തെരഞ്ഞുപിടിച്ചാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. അത്തരം ആളുകളെയായിരുന്നു കൃത്യമായി ഈ അവയവ മാഫിയ ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ അതിനുശേഷം അവരോട് ഒരു തുക പറയുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 5-6 ലക്ഷം രൂപയോ 7-8 ആരും പറയുന്ന പരമാവധി തുക എന്ന് പറയുന്നത് ഈ 7-8 ആണ്. അത്തരത്തിലൊരു തുക പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകൾ അതിന് സമ്മതിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് അവർ ഈ ആളുകളിൽ നിന്ന്, അതായത് അവയവം ആവശ്യമുള്ള ഇത്തരത്തിൽ സ്വീകർത്താക്കളാകുന്ന ആളുകളുടെ ബന്ധുക്കളിൽ നിന്ന് 25-30 ലക്ഷം രൂപ, അത് തന്നെ വിദേശികരിൽ നിന്നാണെങ്കിൽ, വിദേശത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുന്നത് 40 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെയാണ്. കരളിന് കൂടുതൽ, എല്ലാത്തിനും അവരൊരു നിശ്ചിത നിരക്ക് കണക്കാക്കിയിട്ടുണ്ട്. ഈ എങ്ങനെയാണോ ഓപ്പറേഷൻ ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ആശുപത്രി പറയുന്നത്, അതുപോലെ തന്നെ ഈ ഏജന്റുമാർക്ക് പ്രത്യേകമായി തന്നെ ഒരു നിശ്ചിത തുകയുണ്ട്. ആ തുക കൊടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് അവർ പിന്നീട് ഈ ഇരയിലേക്ക് ചെല്ലുക. ശരി ജിജീഷിലേക്ക് വരാം. പരാതിക്കാരിയോടാണ് ചോദ്യം. അതായത് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരുപാട് വാർത്തകൾ നൽകുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കി പറയാമോ? ഡൽഹി എയിംസിലെ ഡോക്ടർ എസ് സുധീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ എസ് സുധീന്ദ്രൻ, എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഇതിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്? ഇതിന്റെ നമ്മളിപ്പം എൻ്റെ ഒരു ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് ആയിട്ട് വരുന്ന ഒരാൾ, ഞാനിപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കിഡ്നി ഉണ്ടായിരുന്നു, ഇപ്പോൾ ലിവറാണ്. അപ്പോൾ ലിവറിൻ്റെ അസുഖം വരുന്ന ഒരാളെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇഷ്യൂ ആണ്. ഇപ്പം റഫായിട്ടൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 20,000 പേര് കേരളത്തിൽ ലിവറിൻ്റെ അസുഖം കൊണ്ട് മരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്,
നമുക്ക് ലിവർ മാറ്റിവെക്കുന്ന മാത്രമേ സാധ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നമുക്ക് ലിവർ തരാൻ വേണ്ടി ആരെങ്കിലും വേണം. ബന്ധുക്കളാണ് വേണ്ടത്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മാച്ചിങ് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ഉണ്ട്. ഉദാഹരണത്തിന് എ ഗ്രൂപ്പ് ആണെങ്കിൽ എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് പറ്റുള്ളൂ, ഒ ഗ്രൂപ്പ് ആണെങ്കിൽ ഒ ഗ്രൂപ്പ് മാത്രമേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡോ വൈഫോ മക്കളോ ബ്രദേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് അവിടെ നിന്ന് എടുത്ത് ചെയ്യാം. അങ്ങനെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഗൻ കിട്ടാൻ വേറെ ആളെ നോക്കിയേ മാർഗമുള്ളൂ. ഇപ്പം നമ്മളൊരു വെളിയിലുള്ള ഒരു രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അമേരിക്കയോ യൂറോപ്പോ ഓസ്ട്രേലിയയോ എവിടെയെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരുടെ മസ്തിഷ്ക മരണം സംഭവിച്ച ലിസ്റ്റിലോട്ട് പോയിട്ട് അവർ ആ ലിസ്റ്റിലിരിക്കും. എന്നിട്ട് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഓർഗൻ വരുമ്പോഴത്തേക്കും അവർക്ക് ഓർഗൻ കിട്ടും. നമുക്ക് കഷ്ടകാലത്തിന് കേരളത്തിൽ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. ബിക്കോസ് ആ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച് കിട്ടാനുള്ള ഓർഗൻസിന്റെ അളവ് വളരെ ലിമിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കഷ്ടിച്ചൊരു 25 നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു ബന്ധുവിന്, അതായത് ഇപ്പൊ സ്വന്തം ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കുട്ടികളോ, അവർക്കുള്ള ഓപ്ഷൻ ഈ ഓർഗൻ കാത്തു കിടന്ന് മരിക്കുക, കാരണം കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബന്ധുക്കളായിട്ട് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറയാം. അതായത് ഈ ലിവറിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മേജർ ഓപ്പറേഷനാണ്. അതിൻ്റെ അകത്ത് ഈ 2 ആഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണം, 2 മാസം റിക്കവറി പീരീഡ് ഉണ്ട്, കോംപ്ലിക്കേഷൻസ് വരാം, കാരണം വളരെ മേജർ ഓപ്പറേഷനാണ്. എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് ഈ ഓപ്പറേഷൻ. അത് കാരണം എനിക്ക് തോന്നുന്നു അവരെ ചിലപ്പം പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും ഓപ്പറേഷൻ വളരെ ചെറുതാണെന്നൊക്കെ. അങ്ങനെയല്ല, വളരെ മേജർ ഓപ്പറേഷനാണ്, ഈവൻ മരിച്ചു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് അതിനുശേഷം ബന്ധമില്ലാത്തവരാണെങ്കിൽ അവർ ഗവൺമെന്റിന്റെ കമ്മിറ്റി പോയിട്ട്, കമ്മിറ്റിയിൽ, ഗവൺമെന്റിന്റെ കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിക്കകത്ത് 5 പേരുണ്ട്, ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അവർ നോക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, അവർ ഇതുപോലെ പ്രലോഭിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നുള്ള കാര്യം എന്തെങ്കിലും തരത്തിൽ നോക്കിയിട്ട് അവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇവിടുത്തെ ഇപ്പം നടക്കുന്ന സംഭവം. അപ്പം ഇതിപ്പം അമൃത ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്കിവിടെ ഒരു ഏജന്റ് ഉണ്ടെന്നോ അങ്ങനെയുണ്ടോ കാര്യങ്ങൾ നമുക്ക് അവരോട്ട് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. ഇപ്പൊ താങ്കൾ തുടങ്ങിയപ്പോൾ താങ്കൾ പറഞ്ഞു ഇങ്ങനെ ആംബുലൻസ് കയറി പോകുന്നു, ഇത് കയറി പോകുന്നു, ഇങ്ങനെ പോകുന്നു, നമ്മൾ കണ്ണ് നിറയുന്ന കാഴ്ചകളാണെന്നൊക്കെ പറയുന്നത് വളരെ 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 സത്യമാണ്. പക്ഷെ ഇപ്പൊ ഈ നടക്കുന്ന ഈ ഒരു കോൺട്രവേഴ്സി, ഈ ഒരു ഇതിനകത്തുനിന്ന് വരാൻ പോകുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം പിന്നെയും നിൽക്കും. പക്ഷെ അവിടെ ഈ ടൈപ്പ് ഇപ്പൊ ഈ മാഫിയ എന്ന് പറയുന്ന സംഭവം, ആ മാഫിയ എന്നുള്ള സംഭവം ഈ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളുടെ ഇടയിൽ നടക്കാൻ പറ്റില്ല. അത് ഈ നടക്കുന്ന മൊത്തം ഈ പറഞ്ഞ ലിവിങ് ഡോണേഴ്സിന്, അതായത് പൈസ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങളുടെ കിഡ്നിയോ ലിവറോ തരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാശ് കിട്ടും എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പം അത് വരുമ്പോഴത്തേക്കും പിന്നെയും മസ്തിഷ്ക ബ്രെയിൻ ഡെത്ത് പിന്നെയും നടക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ഡെത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കഷ്ടകാലത്തിൽ അതിനെക്കുറിച്ച് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. ആ കോൺട്രവേഴ്സി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, ബ്രെയിൻ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യേണ്ട സംഭവം നിൽക്കും. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. പക്ഷെ അത് ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി, നേരത്തെ പരാതിക്കാരിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 2 ദിവസമായിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, നിങ്ങളുടെ വേദനകളൊക്കെ കേൾക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു, അവയവം നഷ്ടപ്പെട്ടു, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കി പറയാൻ ഇനി പറയുന്നില്ല. ഈ ഷാജി എന്ന ഏജന്റിനെ എങ്ങനെ അറിയാം? ഷാജി എന്ന ഏജന്റ് ഹോസ്പിറ്റലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ സ്ഥിരമായിട്ട് ഞാൻ കാണാറുള്ള ഒരാളാണ് ഷാജി. ഏജന്റ് വർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ കൂടെ 3 സ്റ്റാഫും ഉണ്ടാവാറുണ്ട്, വർക്ക് ചെയ്യണ ഇതിൽപ്പെട്ടിട്ട്. അങ്ങനെ അവരുമായിട്ട് കണ്ട് പരിചയമുണ്ട്. ഷാജി എന്തിനാണോ ഈ പരിചയം നിങ്ങളോടൊക്കെ ആദ്യം കാണുമ്പോൾ ഇതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു കാണില്ലല്ലോ. എന്തിനാണ് ഷാജി പതിവായി ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് അന്വേഷിച്ചോ? ഇല്ല, നമ്മുടെ അടുക്കയിൽ ഇരുന്ന് ഇല്ല, സ്ഥിരം വരാറുണ്ട്. പിന്നെ നമ്മുടെ അടുക്കയിൽ ഇരുന്ന് നമ്മളോട് ജസ്റ്റ് പരിചയം പുതുക്കി സംസാരിച്ചിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഡൊണേറ്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. താല്പര്യമുണ്ടെങ്കിൽ കടങ്ങൾ തീർക്കാനുള്ള ഒരു വഴിയാണെന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കും. അല്ല, ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരുപക്ഷെ ആശുപത്രിയുടെ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്.
എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ അവയവം നൽകാൻ തയ്യാറാണ് എന്ന തെറ്റ് സമ്മതിച്ചു? എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചതാണ്. എൻ്റെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിയതും പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് മോൻ്റെ പേരിൽ കിടക്കണ ഒരു സ്ഥലത്തിൻ്റെ ജപ്തി ഒഴിവാക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറായത്. ശരി, ഈ നേരത്തെ കേട്ട ഇപ്പൊ ജിജീഷിനോട് തന്നെ സംസാരിച്ച ശബ്ദശകലത്തിൽ ഈ മുട്ടിച്ചു കൊടുക്കണമെന്ന ധാരണയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് മനസ്സിലാകുന്നില്ല? ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തി അല്ലാതെയുള്ള അവരുടെ കീഴിൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ അവർ നിർബന്ധിക്കാറുണ്ട് അടുത്ത ആരെങ്കിലും എത്തിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഡൊണേറ്റ് ചെയ്തത് അറിഞ്ഞിട്ട് എന്നെ ഡൊണേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്നോട് സംസാരിച്ച് ഞങ്ങൾക്കും കൂടി കൊടുക്കണമായിരുന്നു എന്നും പറഞ്ഞു വരുന്ന ആൾക്കാരെ ഇവരുടെ നമ്പർ കൊടുക്കണമെന്നുള്ള രീതിയിൽ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ അടുക്കൽ പ്രേരിപ്പിച്ചേക്കുന്ന രീതി എന്നെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഏജന്റ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ടല്ലോ, ഏജന്റ് ഭീഷണിപ്പെടുത്തി, എന്തു പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിപ്പെടുത്തി അവര് എന്നെ മോശമായ രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു, സ്റ്റാഫ് ആയതുകൊണ്ടിട്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയിട്ടും പുറകെ എന്നെ ഇതിലേക്ക് വലിച്ചഴച്ച് എത്തിച്ചതാണ്. വേറെ കുറെ കാരണങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ദുരിതങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, സമ്മതിച്ചു. അതുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു കളയാം എന്ന ധാരണയിലും എത്തിയിട്ടുണ്ടാവും. പക്ഷേ അത് സമ്മതിക്കാൻ മറ്റൊരു കാരണം, ആരും അറിയാതെ ഇല്ല ആരും അറിയാതെ മറ്റൊരു കാരണമുണ്ട്. എന്താണ്? അതിൽ എന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട്. എന്നെ ശാരീരികമായിട്ടും അല്ലാതെയും ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വിഷ്വൽ എടുത്തു വെച്ചിട്ട്. എന്താണ്, ഒന്നുകൂടി പറയൂ. ദൃശ്യങ്ങൾ പകർത്തിയാണോ അതോ ഫോട്ടോ എടുത്തിട്ടാണോ? ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ജോലി കളയിക്കുമെന്നും എന്നെ കുടുംബത്തിൽ ഇതാക്കി കളയുമെന്നും എന്താ പറയുക, ജീവിതം നശിപ്പിക്കുമെന്നുള്ള രീതിയിൽ അവർ തന്നെ എന്നെ ചൂഷണം ചെയ്തിട്ട്. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ വേദനിക്കുന്ന ആളാണെന്നറിയാം. ഇതൊക്കെ ചോദിച്ച് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല. സത്യം തുറന്നു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു അറ്റത്ത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെയും. അല്ലാതെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യമില്ല. തുറന്നു പറയുകയാണ്. മനുഷ്യത്വം ഉള്ളിലുള്ളത് കൊണ്ട് ആവർത്തിച്ചത് പറയുന്നു. പറയാനുള്ളത് പറയുക, അല്ലാതെ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് അധികമായി പറയിപ്പിക്കലല്ല, നിങ്ങളെ വിഷമിപ്പിക്കലല്ല, നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കലല്ല എൻ്റെ ലക്ഷ്യം. ദയവായി അത് മനസ്സിലാക്കണം. ഇനി പറയൂ. എന്നെ ഇവർ ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് വിളിപ്പിച്ചിട്ട് വെള്ളം കുടിച്ചിരുന്ന ഇയാൾ എന്നെയും വെള്ളം കുടിപ്പിച്ചിട്ട് വെള്ളം കുടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വായിലൊഴിപ്പിച്ച് നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ട് ഉപദ്രവിച്ചു. അതിനുശേഷം അവരെന്തോ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പറയണനുസരിച്ചാൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാം, ഇല്ലെങ്കിൽ ജീവിതം ഞങ്ങൾ വഴിമുട്ടിക്കും, ജോലി സ്ഥലത്ത് മൊത്തം വാർത്തയാക്കും, മോശപ്പെട്ട രീതിയിലാക്കി എടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്നെ എല്ലാ തരത്തിലും ആളെ കൊണ്ടുവന്ന് കൊടുക്കണമെന്നുള്ള രീതിയിലുമൊക്കെ ഉപദ്രവിച്ചത്. ശരി, ഇനിയും ചോദിക്കാനുണ്ട്.
ഞാൻ വരാം, മാഡം വരാം. ഇപ്പോൾ കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റൽ COO ജയേഷ് വി നായർ ഒപ്പം ചേരുന്നു. ശ്രീ ജയേഷ് വി നായർ, ആശുപത്രി സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഹലോ പറയണം. പറയൂ സർ. കേൾക്കാമോ? കേൾക്കാം. എന്താ പറഞ്ഞത് കേട്ടില്ല. അതായത് അറിഞ്ഞോ അറിയാതെയോ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഇതിൻ്റെ ഭാഗമാണെന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾക്ക് ഒരു മറുപടി പറയണമല്ലോ. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് പ്രതികരണം? ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് 2 പേഷ്യന്റെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് കിട്ടിയിരുന്നു ഈ കുട്ടിയെ കുറിച്ച്. ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയുടെ അഗെയിൻസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് HR ആ കുട്ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ കുട്ടി അങ്ങനെ ഒരു ഓർഗൻ ഇതിന്റെ ഭാഗമാണെന്നുള്ളൊരു കണ്ടെത്തിയിട്ടുണ്ട്. ഭാഗമായി അതെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഹോസ്പിറ്റലിലെ എംപ്ലോയി അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആ ഒരു കാരണം ബോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോളിസിയുടെ അഗെയിൻസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില ആരോപണങ്ങളുണ്ട്. ഈ പരാതിക്കാരിയെ മാറ്റി നിർത്തൂ, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ജീവനക്കാരിയെ മാറ്റി നിർത്തൂ, അങ്ങനെ എന്തെങ്കിലും പരാതികൾ, ആശുപത്രിയുടെ അടിമുടി കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ അങ്ങ്. അങ്ങനെ എന്തെങ്കിലും പരാതികൾ ചില ഏജന്റുമാർ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, ചില സ്വാധീനത്തിന് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒരു ഏജന്റുമാരായിട്ടും യാതൊരു കണക്ഷനും നമ്മുടെ ഹോസ്പിറ്റലിലില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പ്രോപ്പർ ഗവൺമെന്റ് ഓത്തറൈസേഷൻ കമ്മിറ്റിയുടെ അപ്രൂവലിന് ശേഷമാണ് ഈ കാര്യം ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ പ്രോപ്പർ അപ്രൂവലിന് ശേഷമാണ് ഈ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത്. ഇതല്ലാത്ത ഒരു അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല. പ്രോപ്പർ അതോറിറ്റീസിന്റെ അപ്രൂവലിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഈ സർക്കാരിന്റെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടല്ലോ. അതെ, അപ്പൊ സർക്കാരിന്റെ കമ്മിറ്റിയിൽ അപ്രൂവ് ആയതിനു ശേഷമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് അവരുടെ ഫാമിലീസ് സർക്കാരിൽ പോയി ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ കമ്മിറ്റിക്ക് ബോധം വന്നതിന് ശേഷമാണ്, അവർക്കിത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നിയതിനു ശേഷമാണ് അവർ അപ്രൂവൽ തരുന്നത്. ആ അപ്രൂവൽ വന്നതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഏജന്റോ ഇതിനായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. ശ്രീ ജയേഷ് വി നായർ, ഈ അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധമുള്ള കേരളത്തിലെ 3 ആശുപത്രികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ വലയത്തിലാണെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. പറയൂ. ഞാൻ പറഞ്ഞില്ലേ സാർ, നമുക്ക് പ്രോപ്പർ ഗവൺമെന്റ് അപ്രൂവൽസും ഗവൺമെന്റ് അതോറിറ്റീസിന്റെ അപ്രൂവലും കിട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതല്ലാത്ത ഒരു കേസും നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ നമുക്ക് യാതൊരു ഏജൻസിമാരായിട്ടും നമുക്ക് യാതൊരു കണക്ഷനും നമ്മുടെ ഹോസ്പിറ്റലിൽ യാതൊരു ബന്ധവും ഇല്ല. ശരി, വളരെയധികം നന്ദി. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയിച്ചതിന്, പ്രതികരിച്ചതിന്. തിരക്ക് പിടിച്ച സമയമാണെന്നറിയാം, നേരത്തെ പറഞ്ഞിരുന്നു, യാത്രയിലോ മറ്റോ ആണെന്നറിഞ്ഞു. ഏതായാലും വളരെ നന്ദി. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ COO ജയേഷ് വി നായർ. വീണ്ടും നമുക്ക് ചർച്ചയിലേക്ക് തന്നെ വരാം. വീണ്ടും പരാതിക്കാരിയോടാണ്. നമുക്ക് പിരിച്ചുവിട്ടതിന് കാരണം അവർ പറയുന്നുണ്ട്. നേരത്തെ പറയാൻ ശ്രമിച്ചത് ആശുപത്രി ജീവനക്കാരിയായിരിക്കെ എനിക്ക് അവയവദാനം നടത്താൻ അല്ലെങ്കിൽ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമാകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ മാറി നിന്ന് ആണ് അത് ചെയ്തത് എന്നാണ്. പക്ഷേ പിരിച്ചുവിട്ടുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നതിൻ്റെ കാരണം അവിടെ നിന്നുകൊണ്ട് അത് ചെയ്തു എന്നാണ്. എന്താണ് ഒരു ആശയക്കുഴപ്പം? ഒരിക്കലും അല്ല. അവിടെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. കാരണം ഞാൻ 9:30 ഡ്യൂട്ടിക്ക് വന്ന് 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരാളാണ്. കറക്റ്റ് 9:30 ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാറുണ്ട്.
ഒരു 5 അല്ല ഒരു 10 മിനിറ്റ് റിസപ്ഷനിൽ ഇരുന്നിട്ട് ഞാൻ മേളിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറും. കറക്റ്റ് ടൈമിന് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുപോലെ തന്നെ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോണ ഒരാളാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയാണ് ഏജൻറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് ഹോസ്പിറ്റലുകാർ കാണിച്ചു തരണം. പിന്നെ ഞാൻ ഒരു മോശപ്പെട്ട ഇതിൽ സംസാരിച്ചു എന്ന് പറയുന്ന ഇത് ഞാൻ അവിടെ അവിടെ ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 2 മിനിറ്റിൽ കൂടുതലൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീ 2 മിനിറ്റിലാണ് എന്നോട് സംസാരിച്ചത്. അവരാരോപിച്ചേക്കണ പരാതിയിൽ എൻ്റെ ഡെസിഗ്നേഷൻ ഉൾപ്പെടെ എൻ്റെ പേര്, ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്, ഇതുൾപ്പെടെയാണ് പരാതി എഴുതി കൊടുത്തേക്കണത്. അവർക്ക് എന്നെപ്പറ്റി ഒരു വിവരവും അറിയാൻ പാടില്ല. ഞാൻ സിവിൽ ഡ്രസ്സിലായിരുന്നു ഇവരെൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അവരോട് ഞാൻ പറഞ്ഞത് ഡൊണേറ്റ് ചെയ്യാനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മോളാണ് ഡൊണേറ്റ് ചെയ്യാൻ വന്നതെന്നാണ് പറഞ്ഞത്. ആ ഡൊണേറ്റ് ചെയ്യാൻ വന്ന മോളെ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ മോളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, സാമ്പത്തികമാണേലും ജീവിതമാണേലും നോക്കിയും കണ്ടും നടന്നോണം, സാമ്പത്തികം നോക്കി വാങ്ങിച്ചോണം, ഇത്ര മാത്രം പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. അതാണ് എൻ്റെ ഞാൻ ചെയ്തേക്കണ ഒരു തെറ്റ് എൻ്റെ ഇതിലുള്ളത്. പക്ഷെ ഹോസ്പിറ്റലിൽ എനിക്കെതിരെ തെറ്റെന്ന് ശ്രീ എം കെ ഹരിദാസും ഡോക്ടർ സുധീന്ദ്രനും ദയവായി ക്ഷമിക്കണം. ഞാൻ ഈ കൂടുതൽ ചോദ്യങ്ങൾ പരാതിക്കാരിയോട് ചോദിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളിലേക്ക് വരാം, ദയവായി ക്ഷമിക്കണം. പരാതിക്കാരിയോടാണ് വീണ്ടും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോയി അവർ ചിത്രങ്ങൾ എടുത്തു, ചൂഷണം ചെയ്തു എന്നാണ്. അതായത് നഗ്ന ചിത്രങ്ങളാണ് എടുത്തത്. അതെ, ശരി. അത് അവയവ കച്ചവടത്തിന് അല്ലെങ്കിൽ അവയവ കച്ചവടത്തിന് പ്രേരിപ്പിക്കുന്നത് വരെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ആ കാരണത്താലാണ് അവയവം നൽകാൻ തീർത്തും തീരുമാനമെടുത്തത്. തൻ്റെ യാതനകൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. അത് പോരാഞ്ഞിട്ട് നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തു. അക്കാരണത്താൽ ഉറപ്പായും ഞാൻ അവയവം നൽകാൻ തയ്യാറാണെന്ന തീരുമാനത്തിലെത്തി. അത് പോട്ടെ. അതിനുശേഷം ഇതേ നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ച് അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിയോ? ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തിനു വേണ്ടി? ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഭീഷണിപ്പെടുത്തിയത് അവർക്ക് എന്നിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ നമ്പർ കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവർ വിളിക്കുന്ന സ്ഥലത്ത് ചെല്ലണം. ഞാൻ 10-12 പേരുടെ നമ്പർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ 12 പേരിൽ ആരെങ്കിലും അവയവ കച്ചവടത്തിന്റെ ഭാഗമായോ? 10-12 പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഡൊണേറ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഈ പരാതിക്കാരിയും അവയവ കച്ചവടത്തിന്റെ ഭാഗമാണ്. 12 പേരുണ്ട്. ഭാഗമായി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്പര് കൈമാറിയിട്ടുണ്ടെന്ന് മാത്രം പറയാം. അതിൽ എന്ത് ഉന്നയിച്ചാലും എനിക്കറിയില്ല അതെന്താണെന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ്. ശരി, ഞാൻ വരാം. ശ്രീ എം കെ ഹരിദാസ്, വ്യാജ ആധാർ, വ്യാജരേഖകൾ, വ്യാജ പാസ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ നാളെ വിദേശത്തേക്ക് അയച്ച് അവിടെ അവയവ കച്ചവടം കഴിഞ്ഞ് പലരും തിരിച്ചു വരാറില്ലെന്ന് കേൾക്കുന്നു. ചിലരെങ്കിലും തിരിച്ചു വരുന്നു. നേരത്തെ ഡോക്ടർ എസ് സുധീന്ദ്രൻ പറഞ്ഞതനുസരിച്ച് എന്തൊക്കെ പ്രൊസീജിയറാണ് ഒരു അവയവദാനത്തിന് വേണ്ടി വരുന്നത്. പക്ഷേ ഇതെല്ലാം മറികടന്ന് ഇതൊക്കെ നടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലും ഇതിൻ്റെ ഭാഗഭാക്കായ ആൾക്കാർ ഉണ്ടാവില്ലേ? വലിയ ഒത്തുകളി ഇതിന് പിന്നിലില്ലേ? ഞാൻ അതിന് മറുപടി പറയുന്നതിനെക്കാട്ടിലും മുമ്പ് ഇവിടെ ഒരു സിഇഒ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ സിഇഒനോട് ഈ സ്ത്രീയെ അവിടുന്ന് പരാതിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. താങ്കളുടെ ആശുപത്രിയില്, അതായത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഷ്യന്റിനെ നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, ഇതിവിടെ ഇരിക്കുന്ന ഡോക്ടർ സുധീന്ദ്രൻ സാറിനോട് കൂടിയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അതായത് എൻ്റെ പേഷ്യന്റ്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പേഷ്യന്റ് O പോസിറ്റീവുകാരനാണ്, കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പേഷ്യന്റ്, നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടർ ഞങ്ങൾ അവിടേക്ക് ഒരു ഡോണറെ പറഞ്ഞയക്കുകയും ആ ഡോണറെ വെച്ചിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുകയും
ഈ ഡോക്ടർ സുധീന്ദ്രൻ അറിയാം, ഒരുപക്ഷെ കൃഷ്ണരാജൻ അറിയുമായിരിക്കില്ല. ക്രോസ് മാച്ചിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 35,000 രൂപയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് അതാണ് ഇതിന്റെ അവസാനത്തെ ടെസ്റ്റ്, ഓപ്പറേഷന് മുമ്പ് ചെയ്യേണ്ട ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങളെ കൊണ്ട് ഒരു 100 ഔദ്യോഗിക പേപ്പറുകൾ, വില്ലേജ് ഓഫീസ് മുതൽ DYSP വരെയുള്ള പേപ്പറുകളും തയ്യാറാക്കുകയും രോഗിക്ക് കിഡ്നി മാറ്റിവെക്കേണ്ട രോഗിക്ക് വയറധികമാണെന്ന് പറഞ്ഞിട്ട് ഒരു അബ്ഡോമിനൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യിക്കുകയും ചെയ്ത ലേക്ക് ഷോർ ആസ്പത്രിയുടെ സിഇഒനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ ഓപ്പറേഷന് കൃത്യം 1 മാസം മുമ്പ് അവിടുത്തെ സ്മൃതി എന്ന് പറയുന്ന കോർഡിനേറ്റർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരാൻ വേണ്ടിയിട്ട്, അതായത് ഇനി വേണ്ട നടപടിക്രമങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഫയൽ തുറന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? സർ, ഈ രോഗി O പോസിറ്റീവും ഈ ഡോണർ B പോസിറ്റീവും ആണ്. ഇത് എങ്ങനെയാണ് ഈ ഡോക്ടർ ഇത്രയും കാലം മുൻപോട്ട് കൊണ്ടുപോയത്? ഈ ഡോക്ടറുടെ പേര് അബി എബ്രഹാം എന്നാണെന്ന് കൂടി ഈ സിഇഒ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പൊ ഫോണിൽ കട്ടായെങ്കിൽ കേൾക്കുക. MK ഹരിദാസ്, അദ്ദേഹത്തെ ഒന്നുകൂടി വിളിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം കൂടി വരുന്ന സമയത്ത് നമുക്ക് ഈ ചോദ്യം ആവർത്തിക്കാം. ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പൊ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് ആ കേസ് ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും വലിയൊരു കുറ്റം എന്ന് കാരണം വെച്ചാൽ ഇങ്ങോട്ട് ഞങ്ങൾ ഈ ഡോക്ടർ റൂമിൽ പോയപ്പോ ഈ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം 60-70 പേഷ്യന്റിനെ നോക്കുന്ന ഈ ഡോക്ടർ മുട്ടിൽ നിന്നുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. തെറ്റുപറ്റി, മാപ്പും പോപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഡോക്ടർക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു നടപടി എടുത്ത് ഈ ഡോക്ടർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു? ഈ നേഴ്സ് ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തതിന് നേഴ്സിനെ പിരിച്ചുവിട്ടു. പക്ഷെ ഈ ഡോക്ടർക്കെതിരെ നിങ്ങൾ നടപടി എടുക്കില്ല. കാരണം നിങ്ങളുടെ ആസ്പത്രിയിലെ ഡോക്ടർ ജോർജി K. നൈനാൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് പുറമേ നിന്നുള്ള കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി അപ്രൂവൽ ചെയ്യില്ല. അദ്ദേഹം ബന്ധുക്കളുടെ കിഡ്നി മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ആസ്പത്രിയുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് പുറമേ നിന്നുള്ള കിഡ്നികൾ, ഇത്തരത്തിൽ ഏജന്റുമാർ കൊണ്ടുവരുന്ന കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ അബി എബ്രഹാം. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ചെറുവിരൽ അനക്കില്ല. ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയല്ല, ഒരു നേഴ്സിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, അതായത് അവയവ മാഫിയയുമായി ചേർന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഒരു കിഡ്നി കൊടുക്കാനോ ലിവർ കൊടുക്കാനോ തയ്യാറായപ്പോ അവരെ പിരിച്ചുവിട്ടുകൊണ്ട് ധീരസാഹസിക കൃത്യം ചെയ്ത പ്രിയപ്പെട്ട സിഇഒ, ഇതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ഫോണിൽ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇത്തരത്തിലുള്ള 1000 അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയത് വിളിച്ചു പറയാൻ എനിക്കുണ്ട്. പക്ഷെ കേവലം അരമണിക്കൂറിന്റെ സമയം ബാക്കിയുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി ഡോക്ടർ സുധീന്ദ്രൻ, അങ്ങ് ഒരു കാര്യം അറിയണം. ഈ ലേക്ക് ഷോർ ആസ്പത്രി എന്ന് പറയുന്ന ഇതേ ജനം TV-യാണ് ആ വിഷയവും പുറത്തു കൊണ്ടുവന്നത്. എന്താണെന്നറിയോ? ഒരു 18-കാരന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാതെ അവൻ ജീവനോടെ ഇരിക്കുമ്പോ അവന്റെ ബ്രെയിനിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തു എന്ന ഏക കാരണം കൊണ്ട് ഇവിടുത്തെ ആ കുട്ടിയുടെ ഓർഗൻസ് ഒരു മലേഷ്യക്കാരന് കൊടുത്തിട്ടുള്ള ആസ്പത്രിയാണ് ഈ ലേക്ക് ഷോർ ആസ്പത്രി. പത്മശ്രീ ജേതാവ് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് ഇവിടുത്തെ കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഹൈക്കോടതിയെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആസ്പത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയില് അങ്ങയെപ്പോലെ സർ, ഈ ഞങ്ങൾക്കൊക്കെ ഡോക്ടർമാർ എന്ന് പറഞ്ഞ ദൈവങ്ങളാണ് സർ, ദൈവങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ്. നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന അവരാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞ അവര് ചെകുത്താന്റെ വേഷം കെട്ടിയ കാര്യങ്ങളാണ് സാർ ഞങ്ങളിവിടെ പറയുന്നത്. കേരളത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത് പുറത്തു നിൽക്കുന്ന അവയവ മാഫിയയുമായിട്ട് അവയവ മാഫിയക്കാർ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പരിഗണന നൽകുന്ന കാര്യം സാർ അങ്ങയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലും അങ്ങയോട് പറയാണ്, ഒരു അവയവം മുറിച്ചു വിൽക്കാൻ ഒരു വ്യക്തി പ്രേരിതരാകുന്നത് എങ്ങനെയാണ് സാർ? പരാധീനത സാർ. ഈ കേരളത്തിൽ ചുരുങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 50,000 കിഡ്നി ട്രാൻസ്പ്ലാന്റും ലിവർ ട്രാൻസ്പ്ലാന്റും നടന്നിട്ടുണ്ട്. ഇതിലെ ഒരു മധ്യവർഗത്തിന്റെ ഒരാളുടെ കിഡ്നിയും ലിവറും ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല. റേഷനറി വാങ്ങാൻ ഗതിയില്ലാത്തവരും, ഭൂമി പണയം വെച്ച് വീടിന്റെ മേൽക്കൂര പണിയാൻ വേണ്ടിയിട്ട് പണം കടമെടുത്തവരും, മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരുമാണ് സാർ ഈ കിഡ്നിയും ലിവറും മുറിച്ചു കൊടുക്കാനും അറുത്തു കൊടുക്കാനും തയ്യാറാവുന്നത്. അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം അവയവ മാഫിയയെ പറ്റി 2019 ADGP ശ്രീജിത്ത് കൃത്യമായിട്ട് കൃഷ്ണരാജ് ഈ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ മുമ്പാകെ ഒരു വലിയ റിപ്പോർട്ട്, ഒരു 10-100 പേജുള്ള റിപ്പോർട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് കണ്ണോടിക്കാൻ പോലും സർക്കാർ തയ്യാറാവാത്തത് എന്താണെന്നറിയോ? ലേക്ക് ഷോർ ആസ്പത്രിക്കും അതുപോലെ തന്നെ ഇത്തരം അവയവം മാറ്റിവെക്കുന്ന ഹരിദാസ്, അതായത് 3 വർഷം മുമ്പ്
ഒരു അന്വേഷണം നടന്നു. കൊടുങ്ങല്ലൂരിലെ 35 അവയവ കച്ചവടങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന ശ്രീജിത്ത് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ പക്ഷേ ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. ആ അന്വേഷണം എങ്ങും എത്തിയില്ല. ഒരുപക്ഷെ അവിടെയൊക്കെ ഇതിനൊരു തടയിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ ദുരവസ്ഥയിലേക്ക് അവയവ കച്ചവടം പോകുമായിരുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയണം. ഞാൻ വീണ്ടും ശ്രീ ഡോക്ടർ S. സുധീന്ദ്രൻ, നോക്കൂ, അദ്ദേഹം ഈ ഉറക്കെ പറഞ്ഞത് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർത്തത് അങ്ങയോടുള്ള പ്രതിഷേധമല്ല, ഈ ആശുപത്രി സിസ്റ്റത്തോടുള്ള പ്രതിഷേധമാണ്. മറുപടി. ആശുപത്രി സിസ്റ്റം ഐ തിങ്ക് അവിടുത്തെ സിഒയും പറഞ്ഞു, ബേസിക്കലി ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോണർ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള, അതായത് അവർ ഇങ്ങനെ ഒരു ചൂഷണപ്പെട്ടിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ഈ കുറേ സർട്ടിഫിക്കറ്റ്സ് അവർ ചോദിക്കുന്നത്. 36 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, നോട്ടറി പബ്ലിക്, ഇങ്ങനെ കുറേ പേരുടെ എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഇവരെ ചൂഷണം ചെയ്യിപ്പിച്ചിട്ടല്ല. ഇപ്പം നമ്മൾ തന്നെ അവരെ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്കും അവരത് വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ ഇത് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ചെയ്യുന്ന ഡോക്ടറും എല്ലാവരും അത് ലീഗലി പണിഷബിൾ. കാരണം ഇറ്റ് ഇസ് എൻ ഇല്ലീഗൽ തിങ്, വളരെ ക്ലിയർ ആയിട്ട് പറയാം. മാത്രമല്ല, അഥവാ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട, ഞങ്ങളുടെ അടുത്ത് മാത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഈ ടെസ്റ്റ് ശരിയല്ല, നിങ്ങൾക്ക് അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാമെന്നുള്ളൊരു ഇത് കൊടുക്കും നമ്മൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ കഷ്ടകാലത്തിന് അവർ ചൂഷണം ചെയ്ത് പോകുന്നു. ബിക്കോസ് അവർക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് അവരത് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഫോർ എക്സാമ്പിൾ അമൃതയിൽ ഈ പറഞ്ഞ പോലെ 1200ഓളം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 70% ബന്ധുക്കൾ തന്നെ കൊടുത്തിട്ടുള്ള ട്രാൻസ്പ്ലാന്റ്, 70%. എനിക്ക് തോന്നുന്നു 20% മേ ബി ഒരു 15% മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാർ. ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ ഈ അൺറിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ അതൊരു ഹ്യൂജ് എമൗണ്ട് അല്ല. പക്ഷെ ഡെഫിനറ്റ്ലി അത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഓബിയസ്ലി ഇപ്പോൾ പരാതിക്കാരനെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അവരങ്ങനെ നടക്കുന്നുണ്ട്. അതിനുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ഗവൺമെന്റ് ഈ സർട്ടിഫിക്കറ്റ് നോക്കി ചിക്കിയിട്ട് പോകുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ സർട്ടിഫിക്കറ്റ്സിനകത്ത് കള്ളക്കളി നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ അതെങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്നു? അത് പരിശോധിച്ചിട്ടാണ് ഗവൺമെന്റ് പാസ്സായി കഴിഞ്ഞ ശേഷമേ ആശുപത്രിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് പ്യുവറായിട്ടൊരു ആശുപത്രിക്ക് അത് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒത്തിരി ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് തന്നെ ഇപ്പൊ അമൃത ഹോസ്പിറ്റലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഈ കമ്മിറ്റി ഉള്ളത്. അവിടെ കമ്മിറ്റിയിൽ 5 പേരുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പല്, DMEയുടെ ആൾക്കാർ ഇങ്ങനെ വന്ന് അവരെല്ലാം കൂടെ ഈ ഡോണറിനെ ഇന്റർവ്യൂ ചെയ്ത് അത് വീഡിയോ റെക്കോർഡിംഗ് ചെയ്തിട്ടാണ് അവർ ഈ നോബ്ജക്ട് സർട്ടിഫിക്കറ്റ് തരുന്നത്. സോ ദർ ഈസ് എ പ്രോസസ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. മേ ബി ദാറ്റ്സ് നോട്ട് ഇനഫ്, ഐ ഡോണ്ട് നോ എങ്ങനെ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പിന്നെയും പറയുന്നത്, ഇവിടെ ആൾക്കാർ ലിവറും കിഡ്നിയും കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവയവം വേണം എന്നുള്ള കാര്യം ഒരു വാസ്തവമാണ്. അപ്പൊ അത് ജീവനുള്ള ആൾക്കാർ നല്ല എടുക്കേണ്ടത്, അത് മരിച്ചു പോയതെന്നാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ മസ്തിഷ്ക മരണം, ലേക്ക് ഷോറിലെ കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. മസ്തിഷ്ക മരണം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്തൊരു മാഫിയ എന്നുള്ള സംഭവം, അത് തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണയാണ്. അത് അങ്ങനെ നടക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ അത് സിനിമയിലും സീരിയലിലും ബുക്കിലും മാത്രമേ നടക്കില്ല. അത് റിയൽ ലൈഫിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ ചൂഷണം നടക്കില്ല. പക്ഷേ ലിവിങ് ഡോണേഴ്സ് യെസ്, അത് നടക്കും. അത് ദാറ്റ് ഇസ് പ്രോബ്ലി വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ. ചട്ടങ്ങൾ പാലിച്ച് അവയവദാനവും അത് സ്വീകരിക്കലും നടക്കൂ എന്നിരിക്കെ ചൂഷണത്തിന് വിധേയരാകുന്ന ആൾക്കാർ അത് പുറത്തു പറയാറില്ല. പക്ഷേ ഇവിടെ ചിലരത് ഉറക്കെ പറയുന്നു. വീട് വെച്ചു തരാം, കടം വീട്ടിത്തരാം, വിവാഹം നടത്താൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഈ പാവങ്ങളെ അവർ ചൂഷണം ചെയ്യുന്നത്. ചൂഷണത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് വരാം. ഒരു ഇടവേള കഴിയും.